ബോസ് സീസൺ 7 രാവിലെ തന്നെ അനിമോളും ആദിലയും നൂറയും തമ്മിൽ വഴക്കാണ്. കാരണം അനിമോൾ ചായ വെക്കാൻ പോയപ്പം നൂറ പറഞ്ഞ് നീ വെക്കണ്ട, നീ വെച്ച ചായ കൊള്ളത്തില്ല, വെറും വെള്ളം പോലത്തെ ചായയാണ്, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പം ആദില പറയുന്നു അതാ നല്ലത്, നൂറ ഉണ്ടാക്കിക്കോളാം, നീ ഉണ്ടാക്കണ്ടെന്ന് പറയുന്നു. അപ്പം അനിമോൾ പറയുകയാണ് ഇപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും കുറ്റമാണ്, ചായ ഉണ്ടാക്കിയാൽ വെള്ളം പോലത്തെയാണ്, കറി വെച്ച് കൊടുത്താൽ എരിവാണെന്ന് പറയും. എന്നാൽ നിങ്ങൾക്ക് അത് പറഞ്ഞൂടെ, എരിവാണെങ്കിൽ എരിവാണെന്ന് പറയണം. അപ്പോൾ എരിവ് കുറച്ച് ചെയ്യും, കടുപ്പം കൂടുതലാണെങ്കിൽ അത് പറയണം, അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യണ്ടേന്ന് പറയുന്നു. അപ്പം ആദില പറയുന്നത് നിൻ്റെ വീടല്ല ഇത്, നിനക്ക് തോന്നിയ പോലെ ഉണ്ടാക്കാൻ, ഞങ്ങൾക്കറിയാം ഉണ്ടാക്കാനെന്ന് പറയുന്നു. അപ്പം നൂറ പറയാം ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ ഷാനവാസ് പറഞ്ഞ് അനിമോളെ നീ ഉണ്ടാക്കണ്ട, അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനിമോൾ പറഞ്ഞു ഇവിടെ 2 പേര് ചായ കുടിക്കത്തില്ല, നെവിനും സാബുമോനും അതിൽ നിന്ന് പാല് മാറ്റി വെക്കാൻ പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത് ഞങ്ങൾക്കറിയാം, നീ പഠിപ്പിക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നത് അതിന് നിങ്ങൾ ചൂടാവുന്നത് എന്തിനാണ്, അതിന് അനിമോളൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. അപ്പം നൂറ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ചാട്ടം ഉള്ളത്, അതിവിടെ വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അനിമോൾ ഇറങ്ങി പോകണം. എല്ലാവരും കൂടെ രാവിലെ മുതൽ അനിമോളുടെ നേരെയാണ്, അനിമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ട് ഓരോ കുറ്റങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അനിമോൾക്ക് നേരെ പ്രയോഗിക്കുന്നതാണ് കാണുന്നത്. ആദില നൂറാക്ക് ഇപ്പോൾ അനിമോളുമായിട്ടുള്ള കൂട്ട് വേണ്ടാന്ന് തന്നെയാണ്. ഇന്നലെ അനിമോൾ ചോറിൻ്റെ ഒരു പ്രശ്നത്തിൽ അതില കഴിക്കാതെ പോയപ്പോൾ പിന്നെ അനിമോള് പുറകെ കൊണ്ടുപോയി ചോറ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അനിമോളെ ഇപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ലൈവിൽ അങ്ങനെയായിരുന്നു സംസാരം. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.